ഭാരതി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പഴുത്ത ഇലകൾ എന്ന സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച കഥ. മയിൽപ്പീലി വളർന്നിരുന്ന കാലം. ചേച്ചി ഉറക്കെ വായിച്ച് പഠിക്കുകയായിരുന്നു. ഉണ്ണിക്ക് ചേച്ചിയോട് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പഠിക്കുമ്പോൾ ശല്യം ചെയ്താൽ ചേച്ചിക്ക് ദേഷ്യം വരും എന്ന് ഉണ്ണിക്കറിയാം. വിളക്കിൻ്റെ ചില്ലുകുഴലിലൂടെ വന്ന മഞ്ഞപ്രകാശത്തിൽ ചേച്ചിയുടെ കറുത്ത വദനത്തിലെ വലിയ ഉരുണ്ട നയനങ്ങൾ മാത്രം തിളങ്ങുന്നുണ്ടായിരുന്നു. നീ എന്തോന്നാടാ അവളുടെ മോന്തയിൽ നോക്കിയിരിക്കുന്നത്? നിനക്കൊന്നും പഠിക്കാനില്ലേ? അമ്മയുടെ ചോദ്യം കേട്ട് ഞെട്ടി ഉണർന്ന ഉണ്ണി വീണ്ടും തൻ്റെ ഗൃഹപാഠത്തിൽ മുഴുകി. ഏറെ നേരം കഴിഞ്ഞതും വീണ്ടും അവൻ ചേച്ചിയുടെ മുഖത്ത് നോക്കിയിരുന്നു. വായന നിർത്തിയ ചേച്ചി എന്തോ എഴുതി തുടങ്ങി. അമ്മയുടെ അസാന്നിധ്യം വായിച്ചറിഞ്ഞ ഉണ്ണി ചേച്ചിയെ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. പുസ്തകത്തിൽ നിന്നും മുഖമുയർത്താതെ ചേച്ചി ആരാഞ്ഞു. പുസ്തകത്തിൽ വെച്ചാൽ മയിൽപ്പീലി വളരുമോ? അനുജൻ്റെ ചോദ്യം കേട്ടതും തൻ്റെ ഉള്ളിലൂറിയ ചിരിയെ ചേച്ചി ഒളിപ്പിച്ചു വെച്ചു. പറ. അവൻ ചേച്ചിയെ പിടിച്ച് കുലുക്കി. ചേച്ചി മൂളി. എങ്കിൽ എനിക്കൊരു മയിൽപ്പീലി തരാമോ? പിന്നെന്താ, നാളെ ആവട്ടെ, പക്ഷെ ആരോടും പറയരുത്. അവരിരുവരും സുഖമായി കിടന്നുറങ്ങി. അടുത്ത ദിവസം സന്ധ്യാവന്ദനം ചൊല്ലാനിരിക്കെ വിളക്കിന് മുന്നിലിരുന്നപ്പോൾ ഉണ്ണിയുടെ മനസ്സ് നിറയെ മയിൽപ്പീലിയായിരുന്നു. കൃഷ്ണൻ്റെ പടത്തിലും ഉണ്ടായിരുന്നു മയിൽപ്പീലി. വന്ദനം കഴിഞ്ഞ് പഠിക്കാനിരുന്ന വാതി ഇരിക്കാത്ത വാതി ഉണ്ണി ചേച്ചിയോട് ചോദിച്ചു, മയിൽപ്പീലി എവിടെ? ചേച്ചി ചൂണ്ടുവിരൽ ചുണ്ടിനോട് ചേർത്ത് പിടിച്ച് ആംഗ്യം കാണിച്ച് അവന് താക്കീത് നൽകി. അവൻ വീണ്ടും പതിഞ്ഞ സ്വരത്തിൽ ചോദ്യം ആവർത്തിച്ചു, മയിൽപ്പീലി എവിടെ? തൻ്റെ അരയിൽ നിന്നുള്ള ചുരുളഴിച്ച് പുറത്തെടുത്ത ഒരു ചെറിയ കഷ്ണം മയിൽപ്പീലി എടുത്ത് ചേച്ചി അവന് നേരെ നീട്ടി. പുസ്തകത്തിനുള്ളിൽ വെച്ചോ, ആരും അറിയരുത്. അവൻ അത് വാങ്ങി ഭദ്രമായി തൻ്റെ മലയാളം പാഠപുസ്തകത്തിനുള്ളിൽ വെച്ചു. ഏറെ നേരം നിശബ്ദമിരുന്നു ഗൃഹപാഠം ചെയ്തിരുന്ന ഉണ്ണി ചേച്ചിയുടെ മുഖത്ത് തന്നെ കൗതുകത്തോടെ നോക്കിയിരുന്നു. ചേച്ചിയുടെ വദനത്തിൽ പതിവിന് വിപരീതമായി ഒരു അമർന്ന പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. ചില്ലുകുഴൽ വിളക്കിൽ നിന്നുള്ള അമർന്ന മഞ്ഞ പ്രകാശത്തിൽ ഉണ്ണിക്ക് കാണാമായിരുന്നു. ചേച്ചി, അവൻ വിളിച്ചു. ഈ മയിൽപ്പീലി എപ്പോൾ വളർന്നു തുടങ്ങും? വായിച്ചു പഠിക്കുന്നവരുടെ ഉണ്ണിയുടെ ചോദ്യം കേട്ട് ചേച്ചി അറിയാതെ ചിരിച്ചുപോയി. എന്നും വളരും. ചേച്ചിയുടെ വാക്കിൽ ഏറെ ദൃഢതയുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ആകാംക്ഷ ഉണ്ണിയുടെ മനസ്സിൽ നിറഞ്ഞൊഴുകിയിരുന്നു. അടുത്ത പ്രഭാതത്തിൽ കിണറ്റിൻകരയിൽ വെച്ച് കുളിപ്പിക്കുന്നതിനിടെ ഉണ്ണിയോട് ചേച്ചി ആരാഞ്ഞു, മയിൽപ്പീലി വളർന്നോ? ഞാൻ കണ്ടില്ല, അവൻ പറഞ്ഞു. എങ്കിൽ പോയി നോക്ക്. തലമുടി കൊടുക്കുന്നതിനിടെ ചേച്ചി അത് സൂചിപ്പിക്കവേ അവൻ തിടുക്കത്തിൽ ഓടിത്തുടങ്ങി. എങ്ങോട്ടാടാ ഓടണേ, തുണിയുമില്ലാതെ? അമ്മയുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ അവൻ ഓടി. മലയാളം പാഠപുസ്തകം തുറന്നു നോക്കിയപ്പോൾ അതിൽ നേരത്തെ ഉണ്ടായിരുന്ന മയിൽപ്പീലി ശകലത്തിനൊപ്പം മറ്റൊരു കഷ്ണം കൂടി. ഉണ്ണി ഏറെ സന്തുഷ്ടനായി. ചേച്ചി മയിൽപ്പീലി വളർന്നു. പതിഞ്ഞ സ്വരത്തിൽ അവൻ ചേച്ചിയെ കാര്യമറിയിക്കവേ ചേച്ചി കുലുങ്ങിച്ചിരിച്ചു. അടുത്ത പ്രഭാതത്തിൽ ചേച്ചി ഓർമ്മിപ്പിക്കും മുമ്പ് തന്നെ ഉണ്ണി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ പാടെ മലയാളം പാഠപുസ്തകം തുറന്നു നോക്കി. അതിൽ തൻ്റെ ചേച്ചിയുടെ പഴയ പൊട്ടിപ്പോയ മാലയിലേതെന്ന പോലെ ഒരു മുത്തുണ്ടായിരുന്നു. കുളിപ്പിക്കുവാൻ നേരത്ത് അവൻ ചേച്ചിയെ കാര്യമറിയിക്കവേ ചേച്ചി പറഞ്ഞു കൊടുത്തു, അത് മുത്തല്ല, മയിൽപ്പീലിയുടെ മുട്ടയാണ്. ആരോടും പറയരുത്. ഉണ്ണിയുടെ നയനങ്ങൾ ആശ്ചര്യഭാവത്തിൽ വിടർന്നു. കുളി കഴിഞ്ഞ് അവൻ ഒന്നുകൂടി ചെന്ന് അത് തുറന്നു നോക്കി. അന്നും സന്ധ്യാവന്ദനത്തിന് ശേഷം പഠിക്കാനിരിക്കുമ്പോഴാണ്
ഉണ്ണി ചേച്ചിയോട് തൻ്റെ ജിജ്ഞാസ എടുത്തിട്ടത്. ആ മുട്ടയ്ക്ക് ഇനി എന്ത് സംഭവിക്കും? നാളെ നോക്കിക്കോ. അവനിലെ ആകാംക്ഷയെ അതേപടി നിലനിർത്തുന്നതിൽ ചേച്ചി വിദഗ്ധയായിരുന്നു. കുറച്ചു നാളായി ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് ചേച്ചിയും അനിയനും തമ്മിൽ ഒരു രഹസ്യം പറച്ചിൽ? അമ്മയുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ ഇരുവരും പരസ്പരം സ്മിതം തൂകി ഗൃഹപാഠം ചെയ്യുന്നത് തുടർന്നു. അടുത്ത പ്രഭാതത്തിൽ ഉണ്ണി കണ്ടത് മയിൽപ്പീലി ശകലങ്ങൾക്കും മുട്ടയ്ക്കും പകരം പൂർണ്ണമായി വളർന്ന ഒരു ചെറിയ മയിൽപ്പീലിയായിരുന്നു. അന്നും അവൻ കാര്യം ചേച്ചിയെ അറിയിക്കുവാൻ മറന്നില്ല. അന്ന് സന്ധ്യയ്ക്കും നാമം ചൊല്ലി തീർത്തതും പതിവ് പോലെ ഉണ്ണി ചേച്ചിയോട് തൻ്റെ സംശയം എടുത്തിട്ടു. ഇനി ആ കുഞ്ഞു മയിൽപ്പീലി വളരുമോ? പിന്നെ വേഗം വളരണമെങ്കിൽ ഒരു മന്ത്രമുണ്ട്, അത് പറയണം. അതെന്ത് മന്ത്രമാ? പറഞ്ഞതാ. ഉണ്ണി ചേച്ചിയുടെ കൈ പിടിച്ച് കുലുക്കവേ കുപ്പിവിളകൾ കിലുങ്ങിച്ചിരിച്ചു. അപ്പോഴേക്കും ദൂരെ നിന്ന് വന്ന ഒരു കരിവണ്ട് ചിമ്മിണിക്കുള്ളിൽ കയറി 2 വട്ടം കറങ്ങിയ ശേഷം അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. മുറിയിൽ വീണ്ടും ഇരുട്ട് പരക്കവേ ഭയം മൂലം ഉണ്ണി ചേച്ചിയുടെ അരികിലേക്ക് നീങ്ങി അവളുടെ പാവാടയിൽ മുറുകെ പിടിച്ചിരുന്നു. അമ്മേ, ദേ വരുന്നു. മകളുടെ ഒച്ച കേട്ട് അമ്മ മറ്റൊരു വിളക്ക് കൊണ്ടുവച്ചിട്ട് അണഞ്ഞ ചിമ്മിണിയും എടുത്ത് തിരിച്ചു പോകവേ മുറിയിൽ വീണ്ടും നിശബ്ദതയ്ക്കൊപ്പം ഒരു അമർന്ന പ്രകാശം പരന്നു. ചേച്ചി മന്ത്രം പറഞ്ഞതാ. പതിഞ്ഞ സ്വരത്തിലുള്ള ഉണ്ണിയുടെ അപേക്ഷയിൽ ഏറെ ആകാംക്ഷ നിറഞ്ഞു നിന്നിരുന്നു. പറയാം, പക്ഷെ അതിനു മുമ്പ് ഉണ്ണി ഒരു കാര്യത്തിന് സമ്മതിക്കണം. എന്ത് കാര്യം? അവൻ ചോദിച്ചു. ചേച്ചി അവൻ്റെ ചെവിയിൽ രഹസ്യമായി തൻ്റെ ആഗ്രഹം പറഞ്ഞു. അയ്യേ, ഞാൻ സമ്മതിക്കൂല. കാര്യം കേട്ട മതി ഉണ്ണി തിരസ്കരിച്ചു. എന്നാൽ ചേച്ചി സൂത്രം പറഞ്ഞു തരത്തില്ല. വേണ്ട, പറഞ്ഞതാ. ഉണ്ണി ഒരു കെഞ്ചലോടെ കേണപേക്ഷിച്ചു. പറ്റില്ല, ചേച്ചി തീർത്ത് പറഞ്ഞു. എങ്കിലും ഒരിക്കലേ പറ്റൂ, ഞാൻ സമ്മതിക്കാം. അവൻ സമ്മതിച്ചു കൊടുത്തു. ശരി, ചേച്ചി ചിരിച്ചു. അവരിരുവരും കിടന്നുറങ്ങി. ഉറക്കം വരും വരെ ചേച്ചി പറഞ്ഞതോർത്ത് ഉണ്ണിയുടെ ഉള്ളിൽ ഏറെ ലജ്ജ നിറഞ്ഞു നിന്നിരുന്നു. അടുത്ത ദിവസം പള്ളിക്കൂടത്തിൽ നിന്ന് കൂട്ടുകാരികളെയും കൂട്ടിയാണ് ചേച്ചി വന്നത്. കാര്യം ചേച്ചി മറന്നിട്ടില്ല എന്ന് ഉണ്ണിക്ക് മനസ്സിലായി. അവനെ കണ്ടപാടെ എല്ലാവരും ചിരി തുടങ്ങി. തുടങ്ങണ്ടേ? ചേച്ചിയുടെ തോഴിമാരിൽ ഒരാൾ ഓർമ്മിപ്പിച്ചു. എല്ലാവരും ഇവിടെ നിന്നോളൂ, ഞങ്ങൾ പോയിട്ട് വരാം. ചേച്ചിക്കൊപ്പം ഉണ്ണിയും ഉള്ളിലേക്ക് പോകവേ എല്ലാവരും നിശബ്ദം പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ ഏറെ നേരത്തിനു ശേഷം അവർ പുറത്തിറങ്ങി. പട്ടുപാവാട എടുത്ത് പാദസരം അണിഞ്ഞിരുന്ന ഉണ്ണി ലജ്ജ നിറഞ്ഞൊഴുകിയിരുന്ന തൻ്റെ കണ്ണെഴുതിയ മുഖം കുപ്പിവിളകൾ കൊണ്ട് മറച്ചു പിടിച്ചിരുന്നു. ഹായ്, സുന്ദരനാണല്ലോ, ചേച്ചിമാരിൽ ഒരാൾ പറഞ്ഞു. സുന്ദരനല്ല, സുന്ദരി അല്ലേ, മറ്റൊരു ചേച്ചി പറഞ്ഞു. പൊട്ടിച്ചിരികൾക്കൊപ്പം എല്ലാ ചേച്ചിമാരും അവൻ്റെ കൈകൾ പിടിച്ച് മാറ്റവേ ലജ്ജ ഏറെ നിറഞ്ഞു നിന്നിരുന്ന അവൻ്റെ മുഖത്ത് ചേച്ചി നടത്തിയിരുന്ന അലങ്കാരപ്പണികളെ അവർ വീക്ഷിച്ചു. ഇനി നൃത്തം തുടങ്ങട്ടെ, മറ്റൊരു ചേച്ചി ആജ്ഞാപിച്ചു. പതിഞ്ഞ സ്വരത്തിൽ ഉണ്ണിയുടെ ചേച്ചി പാടിത്തുടങ്ങവേ അവൻ നേരത്തെ ചേച്ചി തനിക്ക് ചൊല്ലിക്കൊടുത്ത ചുവടുവെപ്പുകൾ ഓരോന്നും പുറത്തെടുത്തു. അവൻ്റെ ഓരോ ഗോഷ്ഠികേടുകളും കണ്ട് ചേച്ചിമാർ ചിരിക്കുമ്പോഴായിരുന്നു അമ്മയുടെ ആഗമനം. ആരാടി ഇത്? ദൂരെ നിന്നുള്ള അമ്മയുടെ ചോദ്യം കേട്ട് ചേച്ചിമാർ ഏറെ ചിരിച്ചുപോയി. നീ ആയിരുന്നോടാ കഴുതേ, എന്ത് കോലമാടാ ഇത്, ഓടടാ. ഉണ്ണിയെ ശാസിക്കുമ്പോഴും അമ്മ ഉറക്കെ ചിരിക്കുകയായിരുന്നു. അന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഉണ്ണി ചേച്ചിയോട് ചോദിച്ചു, ഇനി ആ മന്ത്രം പറഞ്ഞതാ. ഏത് മന്ത്രം? ചേച്ചിയെല്ലാം മറന്നു കഴിഞ്ഞിരുന്നു. മയിൽപ്പീലി വളരാനുള്ള മന്ത്രം, അവൻ ഓർമ്മിപ്പിച്ചു. അത് കേട്ട് ചേച്ചി അറിയാതെ ഉറക്കെ ചിരിച്ചുപോയി. ഉറങ്ങിയില്ലേ രണ്ടുപേരും? ഒരു ശാസനമെന്നോണമുള്ള അമ്മയുടെ താക്കീത് കേട്ട മതി ഇരുവരും നിശബ്ദം കണ്ണടച്ച് കിടന്നു. അടുത്ത പുലരിയിൽ
താൻ കണ്ണു തുറക്കുന്നതിന് മുന്നേ ആരോ ഒന്ന് തൻ്റെ വായ അടച്ചു പിടിക്കുന്നതായി ചേച്ചിക്ക് അനുഭവപ്പെട്ടു. പുറകിൽ നിന്ന് അവളുടെ കഴുത്തിൽ കത്തിവെച്ച് അയാൾ ഉറക്കെ പറഞ്ഞു, "അനങ്ങിപ്പോരുത്, കൊന്നുകളയും." ഭീതി മൂലം ചേച്ചിയുടെ നെറുകയിൽ നിന്ന് വിയർപ്പ് പൊട്ടിയൊലിച്ചു. മുറുകെയുള്ള അയാളുടെ പിടി ഊരി മാറ്റുവാൻ ചേച്ചിക്ക് ഒട്ടും സാധിച്ചിരുന്നില്ല. ഏറെ നേരത്തെ ഭീഷണിക്ക് ശേഷം അയാൾ പിടിവിട്ടു. തിരിഞ്ഞു നോക്കിയ ചേച്ചിയുടെ മുഖത്ത് ഒരു സങ്കടം വരവേ അവൾ പൊട്ടിക്കരഞ്ഞു തുടങ്ങി. "ഞാൻ പേടിച്ചു പോയല്ലോ. എവിടെയായിരുന്നോടാ എത്ര നാൾ?" തേങ്ങൽകൾക്കിടയിലൂടെ ഇടറിയ ശബ്ദത്തിൽ ചേച്ചി അത് ചോദിക്കുമ്പോഴും ആ പൊണ്ണത്തടിയൻ നിന്ന് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. "കുഞ്ഞുനാളിൽ പുസ്തകത്തിനുള്ളിൽ വച്ചാൽ മയിൽപ്പീലി വളരുമെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് പറ്റിച്ചതല്ലേ. അതിനുള്ള പകരം വീട്ടലാണ്. എങ്ങനെയുണ്ട്? അത്രയ്ക്ക് പേടിച്ചു പോയോ? നീ ഇങ്ങനെ അമേരിക്ക, ആഫ്രിക്ക എന്ന് പറഞ്ഞ് ചുറ്റിക്കോ. ഇവിടെ ഒറ്റയ്ക്ക് കഴിയുന്നതിൻ്റെ പാട് എനിക്കല്ലേ അറിയത്തുള്ളൂ," ചേച്ചി വ്യസനം പറഞ്ഞു. "എല്ലാം ശരിയാക്കി തരാം ചേച്ചി. വന്ന ഉടൻ ചേച്ചിക്ക് ഒരു മാട്രിമോണിയൽ പ്രൊഫൈൽ ഉണ്ടാക്കുന്നതാണ് എൻ്റെ ആദ്യത്തെ ജോലി," തടിയൻ അറിയിച്ചു. "അതിന് ഇപ്പം നീ എവിടെ പോവുക?" ചേച്ചി ചോദിച്ചു. "1 മാസമല്ലേ ലീവുള്ളൂ ചേച്ചി. ഞാൻ പയ്യന്മാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം." "1 ദിവസമെങ്കിലും വീട്ടിൽ കഴിച്ചുകൂടെ നിനക്ക്?" "നോക്കാം." അത്രയും പറഞ്ഞ ശേഷം തിടുക്കത്തിൽ ഉണ്ണിമേനോൻ പുറത്തേക്ക് ഓടി.